الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله. فقال النبي صلى الله عليه وسلم: من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد. قال رسول الله صلى الله عليه وسلم: يا خير من دفئنت بالقاء عظمه فأطاب من طيبهن القاء واللكم. نفسي فداء لقبر أنت ساكنه فيه اللفاف وفيه الجود والكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹം നിറഞ്ഞ വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുവര്യരായ ഉസ്താദ് അവറുകൾ, പുലിക്കൂർ ഉസ്താദ് അവറുകൾ, അതുപോലെ ഈ സ്ഥാപനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സയദി ഉസ്താദ് അവറുകൾ, മറ്റിവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരും, നേതാക്കന്മാരും പണ്ഡിതന്മാരും, അതുപോലെ മുത്തഅല്ലിമീങ്ങളും രക്ഷിതാക്കളും ചെറിയ കുട്ടികളും പെങ്ങന്മാരായ സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മജ്ലിസ് അവന്റെ പൊരുത്തത്തിലാക്കി തരുമാറാവട്ടെ. കൂടുതലായൊന്നും പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മോട് ഉണർത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമ്മളോട് നൽകിയ ഉപദേശങ്ങൾ അത് നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ദുനിയാവിലും രക്ഷപ്പെടാം, ആഖിറത്തിലും രക്ഷപ്പെടാം. അത്രയും വലിയ ഉപദേശമായിരുന്നു പ്രത്യേകമായിട്ട് ഈ മഹത്തായ മജ്ലിസ് മാസം തോറും നടക്കുന്ന മജ്ലിസ്
ആ മജ്ലിസിൽ നമ്മൾക്ക് കൂടാനും കാണാനും ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾക്ക് വലിയ സന്തോഷം. ഈ മഹത്തായ സ്ഥാപനം ഇവിടെ വരുമ്പോൾ തന്നെ ഒരു വലിയ മനസ്സിന് സന്തോഷവും റാഹത്തും, ഇവിടത്തെ കുട്ടികളും മുതഅല്ലിമീങ്ങൾ ഇവിടുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൽമുകളും അതിന്റെ വലിയ ബഹുമാനവും എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാൾ വരെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് അല്ലാഹു ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിന്റെ നേതാക്കൾക്കും പ്രവർത്തകന്മാർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങളുപ്പാപ്പ എല്ലാവർക്കും അറിയാം, പറയേണ്ടതില്ല. ഈ കാലത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണിച്ച് അറിയാത്തവരാരുമില്ല. ഒരു വലിയ ജാടകളോ ഒന്നുമില്ലാതെ ഒരു കേവല മനുഷ്യരെ പോലെ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് വിട പറഞ്ഞു പോയ ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങളവറുകൾ. ആ തങ്ങളവറുകളെ കൊണ്ട് എത്രയോ കുടുംബം എന്തെല്ലാം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അതിൽ രോഗങ്ങൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാം, സിഹിറുകൾ ഉണ്ടാകാം, ശാരീരിക പൈശാചിക എന്ത് രോഗങ്ങൾ ഉണ്ടാകാം. അങ്ങനെ അതിൽ നിന്നിട്ടെല്ലാം രക്ഷപ്പെട്ട് തങ്ങളെ കൊണ്ട് വളരെ സന്തോഷമായ ജീവിതം നയിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഞങ്ങൾ എവിടെ പോയാലും പലരും പറയുന്ന ഒരു വാക്കാണ്, അൽഹംദുലില്ലാഹ് തങ്ങളെ കൊണ്ടെന്നാണ് ബാക്കിയായിട്ട് ഉസ്താദേ, തങ്ങളെ കൊണ്ടെന്നാണ് ഇണ്ട് ജീവിച്ചോണ്ടുള്ളേ, തങ്ങളെ കൊണ്ടെന്നാണ് ഇത്ര വലിയ സ്ഥാനത്ത് എത്തിരെ, തങ്ങളെ കൊണ്ട് നാക്ക് ഇത്ര പൈസ കിട്ടിരെ, തങ്ങളെ കൊണ്ടെന്നാണ് ഇത്ര വലിയ അവ കിട്ടിരെ, തങ്ങളെ കൊണ്ടെന്നാണ് ഇത്ര വലിയ ബിസിനസ് ആക്കിയോണ്ടുള്ളേ, തങ്ങളെ കൊണ്ടെന്നാണ് ഇപ്പൊ അൽഹംദുലില്ലാഹ്, തങ്ങളെ കൊണ്ടെന്നാണ് പെണ്ണുമക്കളെ പാലുവാട്ടിരെ, തങ്ങളെ കൊണ്ട് നന്റെ പെഞ്ഞായിക്ക് നല്ല പ്രസവം കിട്ടി, നന്റെ മോളുക്ക് നല്ല പ്രസവം കിട്ടിര്. ഇങ്ങനെ പല ആളുകളും എല്ലായിടങ്ങളിൽ പറഞ്ഞതായി കാണാം. ഇന്ന് മഹാനവറുകളുടെ ആ ഒരു സ്ഥലത്തിൽ നിങ്ങൾ പോയവരായിരിക്കാം പലരും. എത്ര ആളുകളാണ് സിയാറത്ത് ചെയ്യുന്നത്? 2 മണിക്ക് രാത്രി നോക്കിയാലും, പാതിരാ സമയത്ത് നോക്കിയാലും, നട്ടുച്ച സമയത്ത് നോക്കിയാലും, ഏത് സമയത്ത് നോക്കിയാലും സിയാറത്ത് ചെയ്യപ്പെടുന്ന ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട കൂറത്തങ്ങളുപ്പാപ്പ. അല്ലാഹു അവിടത്തേക്ക് ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവിടത്തെ മകനാണ് ഈ മഹത്തായ മജ്ലിസിലേക്ക് വന്നത്. ഞാൻ ഓർത്തു പോവുകയാണ്, ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് ഒരാഴ്ച മുമ്പ് കൂറത്തിൽ ഇരിക്കുന്ന സമയത്തിലാണ് ഒരു 70 80 വയസ്സുള്ള ഒരാള് വന്നു. അപ്പൊ അയാള് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ എനിക്ക് നക്ക് തീരെ ഉഷാറില്ല, നടക്കുകയാവില്ല, നക്ക് ഭാരി ബുദ്ധിമുട്ട്, ഷുഗറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ തങ്ങളെടുത്ത് വയസ്സെത്രയായി? നക്കൊരു 80. അപ്പൊ നിങ്ങക്ക് മരിക്കാൻ സമയമില്ലേ? മരിക്കാൻ സമയമില്ലേ? നിങ്ങളെ മക്കൾക്ക് നല്ല സ്വസ്ഥത കൊടുത്തു തീരെ. നിങ്ങ മറിച്ചെങ്കിൽ അതിനർത്ഥ അത് തങ്ങ ചൊന്നതല്ല, നാ ചൊന്നിട്ടില്ല. നിങ്ങ മറിച്ച് നിങ്ങളെ മക്കളല്ല ഉയർന്ന മേൽഭാഗത്തേക്ക് പോവർ, ഇല്ലെങ്കിൽ നിങ്ങൾ മക്കളെങ്ങനെ കെട്ടിട്ടതുപോലെ. അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾക്ക് മരിക്കാൻ സമയമായില്ലേ? അപ്പൊ മക്കള് നല്ലൊരു സ്വസ്ഥതന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ അതൊരു വാക്ക്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് ഇപ്പോൾ തങ്ങളുടെ മക്കൾ ഇത്രയും ഉയർന്നു വരും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അവർക്കൊരു
കാൽകെപ്പായി അവർക്കൊരു സ്വതന്ത്രമാക്കി നമ്മളിലേക്ക് തന്നു ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. ഞങ്ങളൊക്കെ തങ്ങളെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് തങ്ങളുടെ മക്കളൊക്കെ ചെറിയ മക്കളാണ്, ഇതുപോലെയുള്ള. അൽഹംദുലില്ലാഹ് ഇപ്പോൾ തങ്ങളും വെറും കൈയോടെ അല്ല നമ്മളെ ഒഴിവാക്കിയിട്ട് പോയത്. അവിടത്തെ മക്കളെ ഇവിടെ സമ്മാനിച്ച് കണ്ടില്ലേ ഓരോ വാക്കുകളും തങ്ങൾ എങ്ങനെയാണ് സംസാരിച്ചിരുന്നത് ആഖിറത്തെ സംബന്ധിച്ചും ഭൗതിക ആഡംബരത്തിനെ കുറിച്ചും ഭൗതിക വിഷയങ്ങളെ കുറിച്ചും അതിനോട് മാറി നിൽക്കുന്നതിനെ കുറിച്ചും ഈ ചെറിയ വയസ്സിൽ കൂടെ ആ ദുനിയാവിന്റെ വിഷയത്തിലേക്ക് മാറി നിൽക്കാൻ ഞങ്ങൾക്ക് ഉപദേശം നൽകുകയാണെങ്കിലോ അതൊരു വലിയൊരു വിഷയം തന്നെയാണ്. അല്ലാഹു തങ്ങളവരുടെ മകനിക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഈ സമുദായത്തിന് നേതൃത്വം നൽകാൻ അല്ലാഹു ഉയർച്ച നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ബഹുമാനപ്പെട്ട കൂറാത്തങ്ങള് വെറും നമ്മളെ ഒഴിച്ചിട്ട് പോയതല്ല, നമ്മൾക്ക് എല്ലാം തന്നു പോയതാണ്. നിങ്ങളെ ഭയപ്പെടേണ്ടതില്ല. തറക്തു ഫീകും സഖലൈൻ എന്ന് പറഞ്ഞില്ലേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച് നാം വിശദീകരിക്കുന്നില്ല. ഭാരമേറിയ രണ്ട് സാധനം. ഭാരമേറിയ രണ്ട് സാധനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഭാരമുള്ള സാധനം മുകളിലൂടെ നിന്നാൽ രണ്ട് കാല് പതറാതെ നിൽക്കും. ഒരു നാല് കാലിങ്ങനെ വെച്ചിട്ട് അതിന് മീത്തെ മേലെ ഒരു ദിന്നുള്ള സാമന വെച്ചെങ്കിൽ നാല് കാലും പിന്നെ പന്തില്ലേ, അപ്പൊ ആടില്ലേ. അപ്പൊ ആടാത്ത രൂപത്തിലാണ് നാല് കാലും ഫലത്തും ഗട്ടിയാവുക വേണ്ടിയിട്ട് മേലൊരു സാമാന വെച്ചിട്ട് അതാണ് തങ്ങന്മാർ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഇരുവീട്ടിൽ വിജയികളുടെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ ഉപദ്രവിച്ച ഒരാളുണ്ട്. ഏകദേശം ഒരു 13 കൊല്ലം 16-17 കൊല്ലം മുമ്പ് ഒരു മഹലിൽ ചെറിയൊരു ഭിന്നിപ്പുണ്ടായി. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കൂറാത്തങ്ങൾ അവിടത്തേക്ക് നേതൃത്വം നൽകാൻ പോയിരുന്നു. തങ്ങളുടെ കാറിലേക്ക് ഒരാൾ അവിടെ ചവിട്ടി. തങ്ങൾക്ക് ചവിട്ടിയതല്ല, കാറുക ചവിട്ടിയത്. തങ്ങൾക്ക് ചവിട്ടിയില്ല, തങ്ങളെ കാറുക ചവിട്ടിയത്. അപ്പൊ തങ്ങളെ കാറുക ചവിട്ടിയിട്ട് അയാൾ വലിയ ആള്, അയാൾ പോയി. തങ്ങളെങ്ങനെ മടങ്ങി വന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ മനുഷ്യൻ ഇന്നും കോടിയാടിൽ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ തങ്ങൾ കാറിലേക്ക് ചവിട്ടിയതിന്റെ ശേഷം അയാൾക്ക് സുഖമില്ലാതെയായി, വല്ലാത്ത രോഗമായി. ആ രോഗം പിന്നെ ഭ്രാന്തിലേക്ക് എത്തിക്കളഞ്ഞു. ഇത് കറാമത്ത് ഞാൻ പറയുന്നതാണ്. ഇനി അതിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് ഞാൻ കണ്ടവനാണ്, എനിക്ക് വിളിച്ചു ചോദിച്ചാൽ മതി, ഞാൻ ആളെ പറഞ്ഞു തരാം. അപ്പൊ സുബ്ഹാനല്ലാഹ്, അയാള് തങ്ങളെ വഫാത്താകുന്ന സമയം വരെ അയാൾക്ക് രോഗം പിന്നെയും കൂടിപ്പോയി. എത്ര കൂടിപ്പോയി പറഞ്ഞാൽ തങ്ങൾ വഫാത്തായതിന്റെ ശേഷം തങ്ങളുടെ ഖബറിന്റെ ചുറ്റിങ്ങനെ അയാൾ ചുറ്റാൻ തുടങ്ങി. എന്തെല്ലാം വിളിച്ചു പോവാൻ തുടങ്ങി, എന്തെല്ലാം പറയാൻ തുടങ്ങി. ഇത് കൂറത്തിൽ നടന്ന സംഭവമാണ്. എന്തെല്ലാം പറഞ്ഞപ്പോൾ അയാളുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ അയാളെ പിടിച്ച് കെട്ടിയിട്ടു. ആ കുടുംബം വന്നിട്ട് പറയുന്നു, ഉസ്താദേ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഞങ്ങൾ റൂമിലിന്റെ ഉള്ളിലിട്ട് ബന്ധാക്കേണ്ടി വരുന്നു. അങ്ങനെ ചുരുക്കത്തിൽ അയാൾ ഇവിടെ ഖബറിന്റെ ചുറ്റുഭാഗത്ത് വന്ന് എന്തെല്ലാം വിളിച്ചു പറഞ്ഞു. ഈ ഖബറിൽ കിടക്കുന്ന ആള് ഞാനാണ്, മറ്റതാണ് മറ്റൊക്കെ. അങ്ങനെ ഒരുപാട് അയാൾ സിയാറത്ത് ചെയ്തതിന് ശേഷമാണ് അയാളുടെ രോഗം സുഖമാകുന്നത്. ഇപ്പോൾ അദ്ദേഹം തുടരെ സിയാറത്ത് ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്. ഇപ്പൊ ആ കുടുംബം പറയുന്നു, എന്റെ ഭർത്താവിന് രോഗം ശിഫയായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, തങ്ങൾക്ക് ചവിട്ടിയ ആളല്ല, തങ്ങളുടെ കാറിന് ചവിട്ടിയ ആളാണ്. അപ്പൊ അത്രയും വലിയൊരു കറാമത്ത് നമ്മളിലേക്ക് കാണിച്ചു തന്നു ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങൾ. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഇത് സമ്മാനിച്ചതാരാ?
ബഹുമാനപ്പെട്ട താജുൽ ഉലമാ നവ്വറല്ലാഹു മർകദഹു. ഇവിടെ ആരും ഉസ്താദുമാരില്ലാത്ത സമയത്ത്, പണ്ഡിതന്മാരാരുമില്ലാത്ത സമയത്ത്, ഒരു സഅദികളും ഒരു സഖാഫികളും അല്ലെങ്കിൽ ഒരു മറ്റുള്ള ഏത് പണ്ഡിതന്മാരും ഇല്ലാത്ത സമയത്തിലാണ് താജുൽ ഉലമാ ഉള്ളാളത്തിൽ വരുന്നത്. ഔറാംകുട്ടി മുസ്ലിയാർ ഖാലിയായതിന്റെ ശേഷം, മഹാനവറുകളുടെ വഫാത്തിന്റെ ശേഷം കുറച്ച കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉള്ളാളത്തേക്ക് വരുന്നത്. 6 ദശാബ്ദകാലം ദർസ് നടത്തുകയും ധാരാളം പണ്ഡിതന്മാരെ തെരഞ്ഞെടുക്കുകയും ആലിമീങ്ങളെ തെരഞ്ഞെടുക്കുകയും അനവധി മദ്രസകളും പള്ളികളിലേക്ക് കുറ്റിയടിക്കുകയും നേതൃത്വം നൽകുകയും ഒരു വലിയ ഇൽമിന്റെ വ്യൂഹം തന്നെ സൃഷ്ടിച്ചു പോവുകയും ചെയ്ത ബഹുമാനപ്പെട്ട താജുൽ ഉലമാ നവ്വറല്ലാഹു മർകദഹു നിങ്ങൾക്ക് ആർക്കും മറക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ ഒന്നുമില്ലാത്ത സമയത്ത്, ഒരു വിവരം പോലും, കോഴി അറക്കാൻ പോലും ആളുകളില്ലാത്ത സമയത്തിലാണ് താജുൽ ഉലമാ ഉള്ളാളത്ത് വന്നിട്ട് ദർസ് നടത്തുന്നത്, പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നത്. ഇന്ന് കർണാടകയിലും മറ്റു ഭാഗങ്ങളിലും ഒക്കെ ഉള്ളത് താജുൽ ഉലമയുടെ ശിഷ്യന്മാര്, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ, അങ്ങനെ താഴോട്ട് ഇങ്ങനെ വരുന്നത് ഇത് നമ്മളൊക്കെ കാണുന്ന ഒരു വിഷയമാണ്. ആ ഒരു നേതൃത്വം ബഹുമാനപ്പെട്ട താജുൽ ഉലമാ കൂറത്തങ്ങളിലൂടെ, കൂറത്തങ്ങൾ തന്റെ മകനിലൂടെ അൽഹംദുലില്ലാഹ് ഈ ഉമ്മത്തിന് വേണ്ടി നേതൃത്വം നൽകാൻ അല്ലാഹു നിയോഗിച്ച മഹാന്മാരാണ്. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ വിജയിപ്പിച്ചു തരുമാറാവട്ടെ. അങ്ങനെയുള്ള മഹാനവറുകളുടെ ഉറൂസാണ് ഇൻഷാ അല്ലാഹ് അടുത്ത മാസം അതാ നടക്കുന്നത്. അതിന്റെ ഒരു പോസ്റ്ററാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. പറയേണ്ടതില്ല, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കൊല്ലത്തിൽ ഒരു ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് മഹാന്മാരായ ശുഹദാക്കന്മാരുടെ, ഉഹദ് ശുഹദാക്കന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. സ്വഹാബത്തും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ മുഅ്മിനീങ്ങളും, ഈമാനുള്ളവരും വിശ്വാസമുള്ളവരും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കുന്നവരൊക്കെ കൊല്ലത്തിൽ ഒരു സമയം ഒരു പ്രത്യേകമായ ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് അവിടുന്ന് ഉറൂസ് നടത്തുന്നു, ദുആ നടത്തുന്നു. അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ ഉറൂസാണ് ഇൻഷാ അല്ലാഹ് അടുത്ത മാസം നടക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് അതിന്റെ എല്ലാ പ്രവർത്തകന്മാരെ ഞങ്ങളാകണം. അതിനുവേണ്ടി സഹായിക്കുന്നവരും സഹകരിക്കുന്നവരാകണം. അല്ലാഹു ആ മഹാന്റെ പൊരുത്തം ലഭിക്കുന്ന മോമിനീങ്ങളിൽ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾക്കറിയുമോ, മഹാന്മാരെ സ്നേഹിക്കലോ, പണ്ഡിതന്മാരെ സ്നേഹിക്കലോ, സ്വാലിഹീങ്ങളെ സ്നേഹിക്കലോ, മോമിനീങ്ങളുടെ സ്നേഹിക്കലോ അത് ഇബാദത്താണല്ലോ. അവരെ സ്നേഹിക്കൽ മോമിനീങ്ങളായ നമ്മുടെ ലക്ഷണമാണല്ലോ. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അത് തഖ്വയാണ്. അത് തഖ്വയാണ്. ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവായിഹി. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അപ്പടി കൊണ്ടുവരലാണ് തഖ്വ. അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ അപ്പടി വിരോധിക്കലാണ് തഖ്വ. ഇബ്ലീസിനെ ബഹുമാനിക്കാൻ അല്ല പറഞ്ഞില്ല, ഫിർഔനിനെ ആദരിക്കാൻ അല്ല പറഞ്ഞിട്ടില്ല, ഖാറൂനിനെ ആദരിക്കാനും അല്ല പറഞ്ഞിട്ടില്ല, ഹാമാനിനെ ആദരിക്കാൻ അല്ല പറഞ്ഞിട്ടില്ല, അബൂജഹലിനെ ബഹുമാനിക്കാൻ അല്ല പറഞ്ഞിട്ടില്ല, ഉത്ബത്തിനും ശൈബത്തിനെ വലീദിനെ ആദരിക്കാനോ ബഹുമാനിക്കാനോ അല്ല പറഞ്ഞിട്ടില്ല, നമ്രൂദിനെ ബഹുമാനിക്കാനും അല്ല പറഞ്ഞിട്ടില്ല. ഇത് മനുഷ്യരെയാണെങ്കിലോ അങ്ങനെയുള്ള ചില മഹാന്മാരെ ബഹുമാനിച്ച, അതേ മഹാന്മാരെ നിസാരപ്പെടുത്തിയ ചില ജീവികളുണ്ട്. ആ ജീവികളെയും അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞിട്ടില്ല. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊക്കെ നോക്കുന്ന പല്ലി എന്ന് പറയുന്ന സാധനം, അതിനെയും അല്ല ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. എന്താണ് അങ്ങനെ പറയാതിരിക്കാനുള്ള കാരണം? ഇബ്രാഹിം
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ ആ പള്ളി അങ്ങ് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ അള്ളാഹു ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു വിഭാഗമുണ്ട്, അള്ളാഹു അതാ ബഹുമാനിക്കണ്ടെന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അതിൽ കൂട്ടത്തിലാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ബഹുമാനിക്കണ്ടെന്ന് പറഞ്ഞ വിഭാഗങ്ങള്. എന്നാൽ ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണം. അതേ സമയത്ത് അങ്ങനെ ഒരു വിഭാഗമുണ്ടെങ്കിൽ അള്ളാഹു പ്രത്യേകമായി പറയുകയാണ്, ഞാൻ ബഹുമാനിച്ച ആളുകളുണ്ട്, ആദരിച്ച ആളുകളുണ്ട്. അവരാരാണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു ബഹുമാനിച്ച ആളുകളാണ് സ്വാലിഹീങ്ങള്, സജ്ജനങ്ങള്, ആരിഫീങ്ങള്, ആലിമീങ്ങള്, ശുഹദാക്കന്മാര്, സാദാത്യങ്ങള്. അവരെ ബഹുമാനിക്കാനാണ് അല്ല പറഞ്ഞത്, അവരെ ആദരിക്കാനാണ് അല്ല പറഞ്ഞത്. അവരെ എവിടെയും നിസാരപ്പെടുത്താൻ അല്ല പറഞ്ഞിട്ടില്ല. നിസാരപ്പെടുത്താൻ പറഞ്ഞൊരു വിഭാഗം തന്നെ, ഒരു സെക്ഷൻ തന്നെ വേറെയുണ്ട്. ആദരിക്കാൻ വേണ്ടി പറഞ്ഞൊരു വിഭാഗം വേറെയുണ്ട്. പക്ഷേ ഇവിടെ ആലിമീങ്ങളെയും മഹാന്മാരെയും സ്വാലിഹീങ്ങളെയും ആദരിക്കൽ ഇബാദത്താണ്. അല്ലാഹു വിരോധിച്ചവരെയോ നിരോധിച്ചവരെയോ അല്ലാഹു അവിടുന്ന് നിസാരപ്പെടുത്തിയ വിഭാഗത്തിനെ നിസാരപ്പെടുത്തൽ അതാ നിർബന്ധമാണ്, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അതാണ് ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തനാബ് നവായിഹി. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അപ്പടി കൊണ്ടുവരണം, അല്ലാഹു വിരോധിച്ച കാര്യങ്ങൾ അപ്പടി ജീവിതത്തിൽ വിരോധിക്കണം. കണ്ടില്ലേ, ഒരു മനുഷ്യനൊരു പണ്ഡിതനെ നിസാരപ്പെടുത്തിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. ഒരു ആലിമിനെ നിസാരപ്പെടുത്തിയാലോ അല്ലെങ്കിൽ താഴ്ത്തിക്കളഞ്ഞാലോ അവൻ ഈമാനിൽ നിന്ന് തെറിച്ചു പോവുകയാണ്. ഒരു പ്രവാചകനെ നിസാരപ്പെടുത്തിയാലോ, ഉദാഹരണം പറഞ്ഞാൽ ബല്ലാ ഇബ്നു ബാവൂറ, അവനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാതിരിക്കാം, പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയില്ലേ? ബല്ലാ ഇബ്നു ബാവൂറ ആരാണ്? വലിയ ആളായിരുന്നു. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അയാളെ എതിരെ പ്രവർത്തിച്ചു. ശ്രദ്ധിക്കണം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിസാരപ്പെടുത്തി താഴ്ത്തിക്കളഞ്ഞപ്പോ ഖുർആൻ അയാളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? മസലുഹു കമസലിൽ കൽബ്, അയാള് നായിയാണ് എന്ന് പറഞ്ഞാൽ നായിന്റെ ഉദാഹരണമാണ് പരിശുദ്ധമായ ഖുർആൻ അയാളെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ അയാളെ ബഹുമാനിക്കാനല്ല പറഞ്ഞത്, നിസാരപ്പെടുത്താനാണ് പറഞ്ഞത്. കാരണം എന്തുകൊണ്ട്? ഒരു നബിയെ നിസാരപ്പെടുത്തി, ഒരു നബിയെ നിസാരപ്പെടുത്തി ഇടിച്ചു കളഞ്ഞു, താഴ്ത്തിക്കളഞ്ഞു. അല്ല പറഞ്ഞു, ഒരു പ്രവാചകനെ നിസാരമാക്കിയവന് അവന് ഈമാനില്ലാത്തവനാണ്. അതേപോലെ തന്നെ ആ പ്രവാചകരുടെ ശേഷം വരുന്നതായ അനന്തരാവകാശികള്, നേരത്തെ ഇവിടെ തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ല. അനന്തരാവകാശികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വത്തുകൊണ്ട് അനന്തരാവകാശികളല്ല, സ്വത്തുകൊണ്ട് അനന്തരാവകാശികളല്ല, അഥവാ കുടുംബ കൊണ്ട് അനന്തരാവകാശികളല്ല, മറിച്ച് ഇൽമു കൊണ്ടുള്ള അനന്തരാവകാശികളാണ്. പണ്ഡിതന്മാർ അവർ അമ്പിയാക്കന്മാരുടെ ശേഷമുള്ള അനന്തരാവകാശികളാണ്. അതുകൊണ്ട് അവരുടെ ജോലി എന്താണ്? അല്ലാഹുവിന്റെ ഇൽമ പ്രബോധനം ചെയ്യലാണ്, ജനങ്ങൾക്ക് വഅല് പറഞ്ഞു കൊടുക്കലാണ്, ഉപദേശം പറഞ്ഞു കൊടുക്കലാണ്. അങ്ങനെ വഅല് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാരെ, ആലിമീങ്ങളെയോ തങ്ങന്മാരെയോ നിസാരപ്പെടുത്തിയാൽ അവൻ ഈമാനിൽ നിന്ന് പുറത്താണ്. അത് വാട്സപ്പിലായാലും ഫോണിലായാലും. ഇപ്പൊ പിന്നെ സുലാഭത്തിൽ ഫിത്ന നടത്താനുള്ള വഴിയുണ്ടല്ലോ, കുറെ ഗ്രൂപ്പിലൂടെ ഇങ്ങനെ ആഡ് ചെയ്യും, പേര് ഔലിയാക്കളെ സ്നേഹിക്കുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പേര് വെക്കും. എന്നിട്ട് അതിനോർക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ ആഡാക്കിയിട്ട് അതിലിങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരെ നിസാരപ്പെടുത്തുക, ആലിമീങ്ങളെ ഇടിച്ചു താഴ്ത്തുക, കൂറാത്തങ്ങളെ നിസാരപ്പെടുത്തുക, താജുൽ ഉലമനെ നിസാരപ്പെടുത്തുക, പണ്ഡിതന്മാരെ നിസാരപ്പെടുത്തുക, ഇൽമുള്ള ഉസ്താദന്മാരെ
രാജാക്കന്മാരെ ഇടിച്ചു താഴ്ത്തുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് വന്നാൽ അവർ ഈമാനിൽ നിന്ന് തെറിച്ചു പോവുകയാണ്. നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ബല്ലാഗുന് ബാവൂറ തെറിച്ചു പോയതുപോലെ അതാ പണ്ഡിതന്മാരെയും സാദാത്യങ്ങളെയും നിസാരപ്പെടുത്തി കഴിഞ്ഞാൽ അവരങ്ങ് തെറിച്ചു പോകുന്നു. ഇനി നിങ്ങൾക്കറിയുമോ, ഞാൻ വിശദമായി പറയുന്നില്ല. അതേ, ഈ പണ്ഡിതന്മാരെ ആദരിക്കലോ, ആ മഹാന്മാരെ ബഹുമാനിക്കലോ, അതിനുള്ള കാരണവും ഫലവും അവസ്ഥയും എന്താണെന്നറിയുമോ? നമ്മളുടെ ഈമാന് വർദ്ധിക്കാനാണ്. അത് ഇബാദത്താണ്. ആലിമീങ്ങളെ ബഹുമാനിച്ചാൽ, ആലിമീങ്ങളെ മദ്ഹ് പറഞ്ഞാൽ, അവരെ സിയാറത്ത് നടത്തിയാൽ, അവരെ ആദരിച്ചാൽ ആഖിറത്തിൽ നമ്മൾക്ക് രക്ഷപ്പെടാം, ദുനിയാവിൽ നമ്മൾക്ക് രക്ഷപ്പെടാം. ആ ഒരൊറ്റൊരു കാരണത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഈ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് മുതഅല്ലിമീങ്ങളെ വാർത്തെടുക്കുകയാണ്. എന്തിനാണ് മുതഅല്ലിമീങ്ങളെ വാർത്തെടുക്കുന്നത്? ഖിയാമത്ത് നാൾ വരെ, ഈ ലോകമുള്ള കാലം വരെ ഇവിടെ ആലിമീങ്ങൾ ഉണ്ടാകണോ, പണ്ഡിതന്മാരുണ്ടാകണോ, സ്വാലിഹീങ്ങൾ ഉണ്ടാകണോ, ജനങ്ങൾക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കണം, വയല് പറഞ്ഞു കൊടുക്കണോ. അങ്ങനെ ജനങ്ങൾക്ക് വയല് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ആലിമീങ്ങളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയുമോ അതിനുള്ള ബഹുമാനം എത്രയാണ്, അതിനുള്ള ആദരവ് എത്രയാണ്? ഈ ഒരു മഹത്തായ സ്ഥാപനയിൽ ഒരു കുട്ടി ഒരു അലിഫ് പഠിച്ചാൽ, അല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ, ഒരു ഹദീസ് പഠിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഇൽമ പഠിച്ചാൽ, ഫളലൻ അലാ മിഅത്തി റുഖയ്യത്തിനാ ഫിലാ, അയാൾ 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണ്. അല്ലാഹുവിന്റെ ഇൽമിൽ നിന്നൊരു ചെറിയൊരു ഇൽമ പഠിച്ചാൽ 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഖൈറായ കാര്യമാണ്. അല്ലാഹുവിന്റെ ഇൽമു ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ഇൽമ പഠിക്കുന്നവരെ സഹായിച്ചാലോ അല്ലാഹു അയാൾക്ക് സ്വർഗത്തിൽ വലിയ വീട് വെച്ചു കൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മൾക്ക് ഹദീസിലൂടെ പഠിപ്പിച്ചു തരികയാണ്. സ്വർഗം കൊടുക്കുമെന്നല്ല പറഞ്ഞത്. ഞാനും അതാ യതീമിനെ സഹായിച്ചവന് സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂല്. ഇനി ഒരുപാട് വിഷയത്തിൽ സ്വർഗം നൽകാമെന്ന് പറഞ്ഞു, ഒരേ വിഷയത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇൽമിനെ സഹായിച്ച ഒരു മനുഷ്യനിക്കോ ഒരു ചെറിയ തുണി കഷ്ണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ പേന കൊണ്ട് സഹായിച്ചാലോ സ്വർഗത്തിൽ അയാൾക്ക് അതാ വീട് നൽകുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ ലോകത്ത് ഏറ്റവും നല്ല ജോലി ഏതാണെന്ന് ചോദിക്കുമ്പോ നേരത്തെ ഇവിടെ തങ്ങളവர்கள் ഓർമ്മപ്പെടുത്തിയതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. നീ ആലിമാകലാണ്, പഠിക്കലാണ്. ഇങ്ങനെ ആലിമായിട്ടും പഠിച്ചിട്ടും നീ അങ്ങ് ഉലർന്നു കഴിഞ്ഞാൽ നിനക്ക് വലിയ മഹത്വമുണ്ടെന്നാണ് പരിശുദ്ധരായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി ആ മനുഷ്യനിക്ക് സഹായിച്ചാലോ അവനിക്ക് സ്വർഗത്തിൽ വീട് തരാമെന്ന് പറയുമ്പോ ഇൽമിനേക്കാൾ വലിയ വിഷയം മറ്റൊന്നാണ്. ഏതാണ് ഇൽമിനേക്കാൾ വലിയ ജോലിയുള്ളത്? ബഹുമാനപ്പെട്ട ഖുറാ തങ്ങളെ പോലെയുള്ള മഹാന്മാർ ആ മഹത്തായ സ്ഥലത്ത് കിടക്കുന്നത് കണ്ടില്ലേ? എത്ര മഹാന്മാർ, എത്ര ആളുകൾ ഖബറിൽ കിടക്കുകയാണ്. പക്ഷേ അവരുടെ ജീവിതകാലത്തിൽ കാണിച്ച അത്ഭുതങ്ങളെക്കാളും വലിയ വലിയ അത്ഭുതം അവരുടെ മരണശേഷം വരെ അവർ കാണിക്കുകയാണ്. അതിനേക്കാളും കൂടുതൽ അവർ കാണിക്കുകയാണ്. ഇത് ഇൽമിന്റെ പവറാണ്, സ്വാലിഹീങ്ങളുടെ പവറാണ്.
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞില്ലേ, ഓ മുആദ്, നിനക്കൊരു ഡ്യൂട്ടി ഞാൻ ഏൽപ്പിക്കാം മുആദ്. എത്ര നല്ല വിഷയമാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്. എന്താണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്? മുആദ് ഇബ്നു ജബൽ തങ്ങൾ ഇങ്ങനെ കാതോർത്തു നിൽക്കുകയാണ്. എന്റെ ഹബീബ് എനിക്ക് വല്ലതും പറഞ്ഞു തരുമോ എന്നിങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് ഇന്ന് നിങ്ങൾ നോക്കിയാൽ കാണാം, മദീനയിൽ ഒരു സ്ഥലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന അതാ തൊട്ട് പിറകിലൂടെ സുഫത്തിന്റെ അഹ്ലുകാർക്ക് ദർസ് നടത്തിയ ഒരു 2 ഫീറ്റ് ഉയരമുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ദർസ് നടത്തുന്ന സ്ഥലമാണ്. ആ ദർസിലൂടെയാണ് ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ ദർസുകളും സിൽസിലയായി നടക്കുന്നത്. അതിന്റെ ശേഷമാണ് അങ്ങനെയുള്ള ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ടാണ് അല്ലാഹുവിന്റെ തിരുദൂതൻ പറയുന്നത്, ഓ മുആദ്, നിനക്കൊരു ഡ്യൂട്ടി ഞാൻ നൽകാൻ വേണ്ടി പോവുകയാണ്. എന്താണ് ആ ഡ്യൂട്ടി എന്നറിയോ? യമൻ രാജ്യത്തിലേക്ക് നീ ഒന്ന് പോകണേ. എന്നിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് നീ ഒന്ന് വയല് പറഞ്ഞു കൊടുക്കണേ. വയല് പറഞ്ഞിട്ട് അതാ ജനങ്ങളൊന്ന് അതാ ഇസ്ലാമിലേക്കൊന്ന് ക്ഷണിക്കണേ. അവർക്കൊന്ന് വിവരം പറഞ്ഞു കൊടുക്കണേ. കാരണം അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇൽമില്ലാതെ ഇവിടെ ദീനുണ്ടാകില്ല. ആലിമീങ്ങളില്ലാതെ ഇവിടെ ദീനുണ്ടാകില്ല. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പ്രാവശ്യം പറഞ്ഞാൽ താജുൽ ഉലമയെങ്കാലും ഉള്ളാടത്തിലേക്ക് വരികയില്ലായിരുന്നുവെങ്കിൽ ഞാനും ഇവിടെ തലകെട്ട് കെട്ടാനുണ്ടായിരുന്നില്ല. ഇവിടത്തെ ഉസ്താദ് ഇവിടെ ദർസ് നടത്താനുണ്ടായിരുന്നില്ല. ഇവിടെ ആലിമീങ്ങൾ ഉണ്ടാവുകയില്ലായിരുന്നു. ഞാൻ വെറുതെ പറയുകയല്ല. ഉത്തരേന്ത്യയിൽ പോയി നോക്കിയാലും അങ്ങേയകലെ ചില ഭാഗങ്ങളിലേക്ക് നോക്കിയാലും ഇന്നും അവർക്ക് വെള്ളിയാഴ്ച ദിവസം ഏതാണെന്ന് അറിയില്ല. അവർക്ക് ദീൻ എന്താണെന്ന് അറിയില്ല. കാരണം അവിടത്തേക്ക് താജുൽ ഉലമയെ പോലെയുള്ള മഹാന്മാർ എത്തിയില്ല. അവിടെ ഇൽമ അവർക്ക് മുകരാൻ കഴിഞ്ഞില്ല. എന്നാൽ താജുൽ ഉലമയെ പോലെയുള്ള മഹാന്മാർ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് നവ്വറല്ലാഹു മർകദഹു ഉള്ളാളത്തിലേക്ക് താജുൽ ഉലമാനെ പറഞ്ഞയച്ചതാണ്. എന്തിനാണ്? ഉള്ളാളത്ത് ജനങ്ങൾക്ക് വഅദ് പറഞ്ഞു കൊടുക്കാൻ, ഇൽമ പറഞ്ഞു കൊടുക്കാൻ, അവിടെ ജനങ്ങൾക്ക് മൊത്തം ഇൽമ പറഞ്ഞു കൊടുക്കാനും പള്ളികൾ ഉണ്ടാക്കാനും. അത് 60 വർഷക്കാലം. അതിന്റെ ശേഷം അവിടുത്തെ മകനും അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ഈ സിൽസില നിറവേറ്റി തരുമാറാവട്ടെ. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട മുആദ് തങ്ങളോടാണ് പറയുന്നത്. നിങ്ങൾ യമൻ രാജ്യത്തിലേക്ക് പോയിക്കോ, ജനങ്ങൾക്ക് വഅദ് പറഞ്ഞു കൊടുത്തോ, ദീന് പറഞ്ഞു കൊടുത്തോ. മുആദ്, ഈ ഡ്യൂട്ടി നിങ്ങൾക്കാണ് ഞാൻ ഏൽപ്പിച്ചതെന്ന് പറയുമ്പോ മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറയുന്നത് എന്തെന്നറിയുമോ? ഓ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, ഈ പാവപ്പെട്ട മുആദ് ചിന്തിച്ചത് എന്താണെന്നറിയുമോ? നബിയേ, തങ്ങളതാ സുഫത്തിന്റെ അഹ്ലുകാർക്ക് നടത്തുന്ന ദർസില്ലേ, അത് മദീനത്തെ പള്ളിയിൽ നടത്തുന്ന ദർസ്, ഈ മുആദിന്റെ മരണം വരെ അതിലിരുന്ന് കാലം കഴിക്കാനാണ് നബിയേ. തങ്ങളുടെ മുഖം കാണാൻ അബ്ഹാ മിനൽ ഖമരി താം യാ റസൂലല്ലാഹ്. ഓ നബിയേ, ഞങ്ങൾ ചന്ദ്രനിലേക്ക് നോക്കി നബിയേ,
തങ്ങളുടെ മുഖത്തിലേക്ക് നോക്കി നബിയേ. ചന്ദ്രൻ നാണിച്ചു പോയി നബിയേ. ആ ചന്ദ്രന്റെ പ്രകാശത്തെക്കാളും വെള്ളിത്തിളങ്ങുന്ന ഇന്ന റസൂലൽ ഫയുസ്തലാഉ ബിഹി മുഹമ്മദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. വരയിലിട്ട വാളിങ്ങനെ തുറക്കുന്ന സമയത്ത് അതിന്റെ മൂർച്ചയേറിയ സ്ഥലം എത്രമാത്രം പളപള പിടങ്ങുകയാണ്. അതിനേക്കാളും പ്രകാശിക്കുന്ന നബിയേ, തങ്ങളുടെ മുഖം കാണാൻ എന്റെ ജീവിതത്തിലും മരണം വരെ ഞാൻ അങ്ങ് നോക്കിയിരിക്കാൻ തീരുമാനിച്ചതാണ് നബിയേ. എന്നിട്ട് തങ്ങളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, ആ ചുണ്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിജ്ഞാന മുത്തുകള് അത് ഒപ്പിയെടുക്കാൻ തങ്ങളെ മുഖം ഖിയാമത്ത് വരെ എന്ന് പറഞ്ഞാൽ എന്റെ മരണം വരെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാനാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോടാ പറയുന്നത്, എനിക്ക് യമൻ രാജ്യത്തിലേക്ക് പോകണ്ട, ഞാൻ അള്ളാന്റെ റസൂലിന്റെ ദറസിൽ തന്നെ ഇരിക്കാം. അള്ളാന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുഖം കാണണം. അതിനുവേണ്ടി മാത്രം ഈ മുആദ് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന വാക്കാണ്, ഓ മുആദ്, നിനക്കൊരു ഡ്യൂട്ടി ഞാൻ നൽകിയിരിക്കുകയാണ്. അതൊരു IAS പദവിയല്ല, ഒരു MBBS അല്ല, ഒരു കലക്ടർ അല്ല, ഒരു എഞ്ചിനീയർ അല്ല. ഏറ്റവും നല്ല ജോലിയാണ് അല്ലാഹുവിന്റെ റസൂല് കൊടുക്കുന്നത്. എന്റെ മകനാരാ ഉസ്താദ് അമേരിക്കയിൽ പഠിക്കുകയാണ്, എന്റെ മകനാരാ അതായതാ മറ്റേ എയർപോർട്ടിലാണ് ഉള്ളത്, പണിയിലാണ്. എന്റെ മകനാ ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ മകളാണെങ്കിലോ അവരും വലിയ ഉദ്യോഗസ്ഥയാണ്, വലിയ കലക്ടറാണ്, എഞ്ചിനീയർ ആണെന്ന് പറയുന്ന പിതാക്കളില്ലേ? 8 മക്കളുണ്ടെങ്കിലും 8 മക്കളെയും അതാ വലിയ ഉദ്യോഗത്തിലേക്കാ പറഞ്ഞേക്കുന്നത്. പക്ഷേ ആലിമാക്കാൻ ഞങ്ങൾക്കത് ചെറുതാണ്. എന്നാൽ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നത്, ഏറ്റവും വലിയ പവർ കൊടുക്കുന്നത് ആർക്കാണ്? അൽ ഉലമാ വറസത്തുൽ അംബിയാ. അതിന് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇംഗ്ലീഷിലെ പേര് കൊടുക്കാം, A എന്ന് കൊടുക്കാം, വറസത്തിലേക്കും വിയും എന്ന് കൊടുക്കാം, അതേ അംബിയായിലേക്കും വേണമെങ്കിലും കൊടുക്കാം, A എന്ന് കൊടുക്കാം. അങ്ങനെ ഒരു വലിയ ഡിഗ്രി ഉള്ളവരാണ് പണ്ഡിതന്മാര്. അത് ഞാൻ നിങ്ങളെ കൊടുത്ത ഡിഗ്രി ഒന്നുമല്ല, ക്വാലിറ്റിയുമല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻഹുവ ഇല്ലാ വഹയ്യൂഹാ, അല്ലാഹുവിന്റെ തിരുമൊഴി അല്ലാതെ മറ്റൊന്നും സംസാരിക്കാത്ത ഹബീബായ നബി തങ്ങൾ അവിടുന്ന് വിളിച്ചു പറയുകയാണ്, അൽ ഉലമാ വറസത്തുൽ അംബിയാ. അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരെ തെരഞ്ഞെടുക്കാൻ രക്ഷിതാക്കളെ നമ്മൾക്ക് മനസ്സ് വന്നില്ലെങ്കിലോ നമ്മൾക്ക് ഒരു ചാൻസ് ഉണ്ട്. എന്തെന്നറിയുമോ? ആലിമീങ്ങളെ സഹായിക്കുന്നവരെന്ന് നമ്മൾ പെടണോ? അവരെ പറയുന്നത് കേൾക്കുന്നവരിലെങ്കിലും നമ്മൾ പെടണോ? അവരെ ഇൽമ പഠിക്കാനുള്ള ഒത്താശയങ്ങള്, അവർക്കെല്ലാം കാര്യങ്ങളും അതാ വെച്ചു കൊടുക്കുന്ന നല്ലൊരു മനസ്ഥിതിയെങ്കാൽ വന്നാൽ മാത്രമേ അവര് ദീനിനെ സ്നേഹിക്കുന്നവനാവുകയുള്ളൂ. അതാണ് മുആദ് തങ്ങളോട് പറയുകയാണ്, ഓ മുആദ്,
ഹബീബായ നബി തങ്ങളുടെ മുഖം കാണാൻ എന്തൊരാഗ്രഹമാണ് സ്വഹാബത്തിനിക്ക്. ഹബീബായ നബി തങ്ങളുടെ ആ മുഖം കാണാൻ എന്തൊരു അതാ ഉന്മേഷമാണ് സ്വഹാബത്തിനിക്ക്. അവിടുന്ന് മുഖം എടുക്കൂല, കണ്ണെടുക്കൂല. കാരണം അത്രയും സൗന്ദര്യവാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒട്ടകം വരെ നിന്നു പോവുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അതാ അവിടുന്ന് ജയിലിന്റെ ഉള്ളിൽ കിടന്നപ്പോ ഒരു ഒട്ടകക്കാരൻ ഇങ്ങനെ വരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അതാ കണ്ടപ്പോ ഒട്ടകമതാ മുട്ടുകുത്തി പോയി. കാരണം സത്രുൽ ജമാലാണ്, ലോകത്തിന്റെ പകുതി സൗന്ദര്യം കൊടുത്തയാളാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം. പക്ഷേ അതിനേക്കാളും എത്രയോ ഇരട്ടി 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 സൗന്ദര്യമുള്ള വലിയ മഹാനാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വലിയ സൗന്ദര്യം എങ്ങനെയാണെന്നറിയോ? ലോകത്ത് ഒരു കണ്ണും കാണാൻ പറ്റുകയില്ല. ജലാലിയത്ത് കൊണ്ട് അല്ലാഹു മറക്കപ്പെട്ടിരിക്കുകയാണ്. ചില്ലറ ആളുകൾ മാത്രമാണ് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടത്, ആ സൗന്ദര്യഭരിതമായ മുഖം കണ്ടത്. മറ്റാർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട പുലിക്കൂർ ഉസ്താദ് എന്റെ ഉസ്താദും കൂടിയാണ്. എത്രയോ ആലിമീങ്ങളുടെ ഉസ്താദ്. അൽഹംദുലില്ലാഹ് ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം കൊടുക്കുമാറാവട്ടെ. ഇനിയും ഒരുപാട് കാലം ദർസ് നടത്താനും ഒരുപാട് പണ്ഡിതന്മാരെ തെരഞ്ഞെടുക്കാനും അല്ലാഹു ഉസ്താദ് അവർക്ക് ആഫിയത്തും ആരോഗ്യം ഹിമ്മത്തും താഖത്തും നൽകി ഇൽമിന് വർധനവ് നൽകി അവർക്കും നമ്മൾക്കും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെയുള്ള ആലിമീങ്ങളാണ് നമ്മൾക്ക് വേണ്ടത്. ഖിയാമത്ത് നാൾ വരെ അങ്ങനെയുള്ള ആലിമീങ്ങൾ വരണം. ഞാൻ ആ വിഷയത്തിലേക്കാണ് ഇത് പറഞ്ഞുകൊണ്ട് പോകുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട മുആദ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഓ മുആദ്, നിങ്ങൾക്ക് നല്ല പണിയാണ് ഞാൻ തന്നത്. നേരത്തെ ഉള്ളതിനേക്കാൾ ഒന്നുകൂടി ഗ്രേഡുള്ള പണിയാണ് ഞാൻ തന്നത്. ഒന്നുകൂടി ഞാനതാ ക്വാളിഫിക്കേഷന് കൂട്ടിയിട്ടാണ് തന്നത്, ചില്ലറ പണിയല്ല. നിങ്ങളതാ യമൻ രാജ്യത്തിലേക്ക് പോയിട്ട് നിങ്ങളുടെ അതാ വാളിന്റെ കാരണം കൊണ്ട്, നിങ്ങളുടെ പ്രഭാഷണത്തിന് കാരണം കൊണ്ട്, നിങ്ങളുടെ ദർസിന്റെ കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്നായാൽ, ഏതെങ്കിലും ഒരു കുട്ടി അരിഫ് പഠിച്ചാൽ, ഏതെങ്കിലും ഒരു കുട്ടി ഇൽമ പഠിച്ചാൽ, ഇൽമിന്റെ ബാബിൽ ഒന്നൊരു ബാബ് പഠിച്ചാൽ, എന്റെ അടുത്തിരുന്നതാ ദർസ് പഠിക്കുന്നതിനേക്കാളും എന്റെ മുഖം നോക്കിയിരിക്കുന്നതിനേക്കാളും ഏറ്റവും ഖൈറ് ഓ അത് മാത്രമല്ല, ഈ ലോകവും ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും ലഭിക്കുന്നതിനേക്കാളും ഖൈറ് അതാണ് അതിനേക്കാളും മറ്റൊരു നല്ല ജോലി വേറെ പറയാനില്ല. അതുകൊണ്ട് മുആദ് ഇറങ്ങിക്കോ. മുആദ് യമൻ രാജ്യത്തിലേക്ക് പോയിട്ട് ഒന്ന് വയല് പറഞ്ഞോ, മുആദ് ഒന്ന് ഇൽമ പറഞ്ഞു കൊടുത്തോ. മുആദ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ഒട്ടകക്കട്ടിൽ റെഡിയാക്കുകയാണ്. സാധാരണയല്ല പോകുന്നത്. ഒരു പണ്ഡിതൻ എങ്ങനെ പോകണമെന്ന് പഠിപ്പിക്കുകയാണ്. ഒരു ഒട്ടകക്കട്ടിൽ ഇങ്ങനെ റെഡിയാക്കുകയാണ്. അതിലൂടെ മുആദ് തങ്ങളങ്ങ് കയറ്റിയിരുത്തുന്നു. സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം കാണാതെ ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ കഴിയാത്ത മുആദ് ജീവിതത്തിൽ ഒരു യാത്ര പറയുകയാണ്.
ആരോടാണ് യാത്ര പറയുന്നത്? ബഹുമാനപ്പെട്ട മുആദ് തങ്ങള്, നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കെ സ്വലാത്ത് ചൊല്ലണം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ്, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആധുനിക ടെക്നോളജി, നേരത്തെ ഇവിടെ തങ്ങൾ ഓർമ്മപ്പെടുത്തില്ല, ആധുനിക ടെക്നോളജി എന്തെല്ലാം രംഗത്തിൽ വരികയല്ലേ ഇപ്പോ, അല്ലേ? എല്ലാം ടെക്നോളജി വന്നു. പക്ഷേ മനുഷ്യനിക്കൊരു 10 വർഷമോ വേണ്ട, ഒരു ദിവസം ആയുസ് കൂട്ടുന്ന ഒരു ടെക്നോളജി ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. അമേരിക്കക്കാരൻ 2002 പറഞ്ഞു 2050 വിസവിയാകുമ്പോ നിങ്ങളെ ബംഗ്ലകുട്ടയിൽ ഒരാൾ മരിച്ചാൽ അമേരിക്കയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, ഇന്നാലിന്ന് ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെന്ന് ഹയാത്താക്കി. ചത്തേ ജഗത്തിന് ജീവൻ ഇടിച്ചോവർ, ചാകും കീളാശത്തെ നന്നാക്കി വിട്ടോവർ. 2000 മക്ക ഇപ്പുറം നോക്കോ, പൽക്ക പറയണ്ട, ഇപ്പുറം നോക്കണം. 2000 അമേരിക്കയുടെ ശാസ്ത്രജ്ഞന്മാര് ചൊന്നാറ് 2050 ഇസവി വരുമ്പോ നിങ്ങളെ റായത്തിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയെങ്കിൽ അവന്റെ ഞങ്ങൾ ഹയാത്താക്കി തണ്ട, ഒരു ഫോൺ വിളിച്ചെങ്കിൽ മതി, അപ്പത്തെ ടെക്നോളജി അനുസരിച്ച്. അപ്പൊ അങ്ങനെയുള്ള ഒരു ടെക്നോളജിയുടെ കാലത്ത് ജീവിക്കുമ്പോ മനുഷ്യന് ഒരു 10 വർഷം ആയുസ് ജാസ്തിയാക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. മനുഷ്യൻ പെട്ടെന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം, രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലം. പക്ഷേ ഇതിനൊന്നും ടെക്നോളജി വന്നിട്ടില്ല. മനുഷ്യനിക്ക് 300 ജീനുകളുണ്ട്, കോശങ്ങൾ 300 ജീനുകൾ. അമേരിക്കക്കാരൻ അവകാശപ്പെടുന്നു 2015 ഞങ്ങൾ 250 ജീനുകൾ കണ്ടുപിടിച്ചു കഴിയും. ഇപ്പോഴൊരു 100 ജീനുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2050 വരുമ്പോ ഞങ്ങൾ 300 ജീനുകൾ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ മനുഷ്യനെ ഹയാത്താക്കി കളയും. അല്ലേ? കേട്ടിട്ടില്ലേ? നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ? പക്ഷെ എന്തെല്ലാം ടെക്നോളജി നമ്മുടെ നടുവിൽ വന്നു. പക്ഷേ മനുഷ്യൻ അരാജകത്തിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാ, തമ്മാടിത്തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാ. 6ാം ക്ലാസിന്റെ ഒരു കുഞ്ഞുമോൻ 9ാം ക്ലാസിന്റെ ഒരു കുഞ്ഞുമകനെ ചാക്ക് കൊണ്ട് കുത്തി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥ, അല്ലേ? ചാക്ക് കൊണ്ട്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് കത്തിയും ചാക്കാരും കൊണ്ടുപോകാറില്ല, ഇല്ലല്ലേ? കൊണ്ടുപോയിട്ട് ചാക്കും കൊണ്ടുപോയി. ഇന്നോ പാഠപുസ്തകത്തിന്റെ കൂടെ ചാക്കു, കത്തിയും, മാരകായുധങ്ങളും മാരകാസ്ത്രങ്ങളും ഇന്ന് നമ്മുടെ കുട്ടികൾ കൊണ്ടുപോകാൻ. ഞാൻ എന്തിനിത് പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരല്പസമയം നമ്മളിത് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം. ഇങ്ങനെയുള്ള സ്ഥാപനയിൽ പഠിക്കുന്ന മക്കൾക്ക് കേവലം ഭൗതികമായ വിദ്യ മാത്രമല്ല, ആത്മീയമായ വിദ്യയിലൂടെ ഭൗതികമായ വിദ്യാഭ്യാസത്തിനൊരു ബ്രേക്ക് കൊടുക്കണോ? കണ്ടില്ലേ വലിയ അതാ ആളുകൾ നിന്ന് എക്സ്ട്രീമിസ്റ്റുകളാകുന്നതും തീവ്രവാദികളാകുന്നതും ഭീകരവാദികളാകുന്നതാരാ? ബോംബുണ്ടാക്കുന്നതാരാ? AK-47 ഉണ്ടാക്കിയതാരാ? അല്ലെങ്കിൽ മറ്റുള്ള ആയുധങ്ങൾ ഉണ്ടാക്കിയതാരാ? 2ാം ക്ലാസ്സിലേക്ക് പോയ ആളല്ല, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകാത്ത ആളല്ല, SLC പാസ്സാക്കാത്ത ആളുമല്ല. പിന്നെയോ ഉയർന്ന വിദ്യാഭ്യാസം പഠിച്ചിന് ബാക്കിയൊന്നുമില്ല, എല്ലാം പഠിച്ചു. നല്ല പഠിച്ച് വലിയ ടൈറ്റിൽ നേടിയ വലിയ ആളുകളാണ് ബോംബുണ്ടാക്കിയിട്ട് എത്രയോ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കിയത്. അനുഭവം ഉണ്ടാക്കിയതാരാ? ഏതെങ്കിലും ഒരു അബ്ദുള്ള അല്ല, പിന്നെ അബ്ദുൽ കലാം, അദ്ദേഹം PhD അല്ലേ? ഏതെങ്കിലും ഒരു നാട്ടിലുള്ള ഒരു മനുഷ്യനല്ല അനുഭവം ഉണ്ടാക്കിയത്. അവ വിവരമുള്ളവനാണ് ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ വലിയ വിവരം ഈ ലോകത്തിന്റെ മുമ്പിൽ ജനങ്ങൾ പഠിക്കുമ്പോൾ അതിലേക്കൊരു ബ്രേക്ക് വെക്കണം. അതാണ് ആത്മീയമായ ഇൽമ പഠിക്കാതെ നിനക്ക് ബ്രേക്ക് ഉണ്ടാകാൻ പറ്റൂല. നിനക്കൊരിക്കലും ആ ഒരു ഭൗതികമായ വിദ്യാഭ്യാസത്തിന് പിടിച്ചു നിർത്താൻ പറ്റൂല.
കണ്ടില്ലേ നമ്മളെ മക്കളെ അവസ്ഥ? എന്റെ എവിടെ നോക്കിയെങ്കിൽ കാഞ്ച, MDMA. സുബ്ഹാനല്ലാഹ്, എത്ര കുട്ടികളാണ്, ചെറിയ 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 മക്കൾ. എന്നെ കണ്ടുകൊണ്ട് തന്നെ ഞാൻ കാണലുണ്ട്. ഈ ഭാഗത്തൊക്കെ വയൽ, ഞാൻ 2 കൊല്ലം മുമ്പ് ഈ ഭാഗത്തൊക്കെ വയലിന് ഇപ്പറ വന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, മൈക്കാലത്തെ പിന്നെ ഹമ്പനക്കെട്ടിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കു എത്ര മക്ക, ചെറിയ മക്ക, മുസ്ലിം പെണ്ണു മക്ക, കോളേജ് സ്റ്റുഡന്റ് മക്ക കാഞ്ച വലിച്ചിട്ടും പരസ്പരം വിവിചാരവും, അന്യപുരുഷന്മാര്, അന്യമതത്തിന്റെ ആളുകളുടെ കൂടെ ഒരു ലജ്ജയുമില്ല, ഒരു നാണവുമില്ല. പക്ഷെ എന്താണ്? ഭൗതികമായ വിദ്യാഭ്യാസം ഒന്ന് മാത്രം. എന്റെ മോൻ ഇംഗ്ലീഷ് പഠിക്കണം, ജെന്റിൽമാൻ ആകണം. ഭൗതികമായ വിദ്യാഭ്യാസം. ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ മുമ്പിലേക്ക് പറയാനെന്നത് മടിയാണ്. ഞങ്ങൾ ഈ ഇങ്ങനെയുള്ള ഈ ഒരു പ്രഭാഷണത്തിലും ഇങ്ങനെ നിൽക്കുന്നതും ബഹുമാനപ്പെട്ട സയ്യിദി ഉസ്താദ് ഇങ്ങനെയുള്ള സ്ഥാപനം നടത്തുന്നതൊക്കെ കാരണക്കാരാരാ? ബഹുമാനപ്പെട്ട നമ്മുടെ ഗുരുവര്യന്മാരായ ഉസ്താദുമാരാണ്. അവരെ എത്രയോ ആലിമീങ്ങൾ ഇവിടെ തെരഞ്ഞെടുക്കുന്നു. എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്? കേവലം ഭൗതികമായ മാത്രമല്ല, ആഖിറത്തിലേക്കുള്ള എല്ലാ കാൽകപ്പുകളിലൂടെയാണ്. കഥാ നീ കാണുന്നതൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ ഒന്നല്ല. അങ്ങനെയല്ലേ മഹാന്മാർ? ഒരു പദ്യം ഉണ്ടല്ലേ, പകൽ കണ്ണടച്ചാലും ഇരുളാമോ പൊട്ടാ. നാം മനസ്സിലാക്കുന്നത് കേവലം ഒരു ഭൗതികമായ വിദ്യാഭ്യാസം എനിക്ക് കിട്ടിയപ്പോൾ, എന്റെ മക്കൾക്ക് കിട്ടിയപ്പോ ഞങ്ങൾ വലിയ ആളായി. ഭൗതികമായ വിദ്യാഭ്യാസം, എന്റെ മകൻ വലിയ ആളാ, PhD ആളാ, എന്റെ മകൻ വലിയ കളക്ടറാ, എഞ്ചിനീയറാ, വലിയ വലിയ ആളാ, അമേരിക്ക സേനയ്ക്ക് വലിയ ക്ലാസ് എടുക്കുന്ന ആളാ. ഇത് കിട്ടുമ്പോ നമുക്കതൊരു വലിയ വിഷയമാണ്. പക്ഷെ നമ്മളത് ചിന്തിക്കുന്നില്ല. ഏറ്റവും വലിയ വിഷയം ആത്മീയമായ വിദ്യയാണ്. ഭൗതികമായ വിദ്യാഭ്യാസത്തിനെ പിടിച്ചു നിൽക്കാനും അത് വേണ്ടതുപോലെ ചെലവഴിക്കാനും ആത്മീയമായ വിദ്യാഭ്യാസമില്ലാതെ എങ്കിൽ ഒരിക്കലും അത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ന് കണ്ടില്ലേ, ഇന്നൊരു ഞാൻ വരുന്ന സമയത്ത് ഒരു വാട്സപ്പിൽ എന്താണ് ഒരു പെട്ടകോളിയും ചേകൽ കോളി അല്ലേ, ഉടങ്ങനെ ചൊല്ലിപ്പെട്ടു ജണ്ടുക്ക് മങ്ങിലാക്കും. പെട്ടകും ചേകൽക്കും അല്ലേ, ജണ്ടുക്ക് മങ്ങിലാക്കടി അസംസ്കാരം ആർക്കാരെയും മങ്ങിലാക്ക ചന്ദ്രൻ ഇല്ലല്ലേ. അതിലൊരു കൊശി മനുഷ്യന്മാർ. അതും എങ്ങനെ? ചില ഹദീസും ചില പിന്നെ ഫാത്തിഹയുടെ സൂറത്തിന് തുടക്കത്തിൽ ഓതിയിട്ട് അള്ളാഹുവിന്റെ ദീനിനെ ഈ രൂപത്തിൽ മലീമസപ്പെടുത്തിയാൽ എത്രമാത്രം തെറ്റുണ്ടാകും. അതും വാട്സപ്പിലൂടെ. അതിലൊരു ഹരം. ഇങ്ങനെ എന്തൊക്കെയോ വിഷയങ്ങൾ പറയാൻ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ രൂപത്തിൽ മനുഷ്യൻ അധപ്പതിച്ചു പോവുകയാണ്. ഇസ്ലാമികമായ ഒരുപാട് നിയമങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. ഉദാഹരണം പറയട്ടെ, നമ്മുടെ പെൺകുട്ടികൾ അൽഹംദുലില്ലാഹ് ഇവിടെ നല്ല പിന്നെ പെൺകുട്ടികൾക്ക് ഭൗതിക വിദ്യാഭ്യാസം, ധാർമ്മിക വിദ്യാഭ്യാസം ഒക്കെ നടക്കുകയാണ്. എങ്ങനെയാണ് നടക്കുന്നത്? പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്ലാറ്റ്ഫോമിലാണ്. നേരത്തെ ഇവിടെ തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലേ, പരസ്പരം അന്യ സ്ത്രീ പുരുഷന്മാര് ആ മതിൽക്കെട്ട്, ആ വേലിക്കെട്ട് നഷ്ടപ്പെടാൻ പാടില്ല. ആ വേലികെട്ട് നഷ്ടപ്പെട്ടു പോയാലോ ലോകം മുഴുവനും വ്യഭിചാര കേന്ദ്രമായി മാറുന്നു. അത് വിദ്യ പഠിക്കുന്ന കോളേജ് ആണെങ്കിലോ, മനുഷ്യരുടെ രോഗം ശിഫയാക്കുന്ന ഹോസ്പിറ്റലാണെങ്കിലോ, ഏത് രംഗത്തും നോക്കിയാലും വ്യഭിചാര കേന്ദ്രങ്ങളായി മാറുന്നു. ദിവസേന നമ്മൾ പത്രത്തിലത് വായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം ദീനിന്റെ നിയമങ്ങളുണ്ടല്ലോ, അതൊന്നും നമ്മൾ വലിച്ചെറിയാൻ പാടില്ല. കല്യാണത്തിന്റെ മംഗലത്തിന്റെ വിഷയം നോക്കിയാ സുബ്ഹാനല്ലാഹ്, അത് ചൊല്ലേണ്ടതില്ല, അത് ചൊല്ലേണ്ട ആവശ്യം തന്നെ ഇല്ല. മംഗലം എന്തെല്ലാം ആക്കി മാറ്റിക്കളഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോ അതൊന്നും കടക്കില്ല. മങ്ങിലത്തെ അവസ്ഥ പിന്നെ എന്തും ചൊന്നിട്ട് എങ്ങനെ ഏ രൂപത്തിൽ കളിക്കൊടുക്കാവുന്ന ആ രൂപത്തിൽ മങ്ങിലത്തെ അവസ്ഥ. അപ്പൊ ഇതിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. നമ്മുടെ മഹാന്മാര് നമ്മൾ കാണിച്ച പാതയിൽ, നമ്മൾ മഹാന്മാരായ ആളുകൾ കാണിച്ച പാത,
ആ രൂപത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം അങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മൾക്ക് ഈമാനോടുകൂടി മരിക്കാൻ കഴിയും. മഹാന്മാരുടെ സഹായം നമുക്ക് ലഭിക്കാൻ കഴിയും. നേരത്തെ ഞാൻ പറഞ്ഞു വരുന്ന ഒരൊറ്റൊരു വിഷയമാണ്, ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒട്ടകക്കട്ടിലിന്റെ മുകളിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുന്നു. എങ്ങനെയാണ് സലാം പറയുന്നതെന്ന് വളരെ വിഷമത്തോട്, അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് തങ്ങളെ കാണാൻ കഴിയില്ലല്ലോ. എന്റെ ഓരോ ശ്വാസോച്ഛ്വാസം തങ്ങളെ മുഖം കാണാനും ഇൽമ പഠിക്കാനും എന്റെ ജീവിതത്തിന്റെ ഓരോ സമയങ്ങളും ഞാൻ ചെലവഴിച്ചതെങ്കിൽ ഇപ്പോൾ തങ്ങളെ കാണാതെ ഞാൻ മറയുകയാണോ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുആദ് ഇബ്നു ജബൽ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുന്നു. ആ സലാം പറഞ്ഞിട്ട് മുഖത്തോടെ മുഖം നോക്കി പിരിയുമ്പോഴേക്കാണ് അല്ലാഹുവിന്റെ ഹബീബ് വലിയൊരു ഷോക്ക് കൊടുക്കുന്നത് മുആദ് ഇബ്നു ജബൽ തങ്ങൾക്ക്. ഓ മുആദ്, പോയിക്കോ മുആദ്, അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ മുആദ്. മുആദ്, നിങ്ങൾ എന്റെ ഖബറിങ്ങൾ വരും മുആദ്, നിങ്ങൾ എന്റെ പള്ളിയിൽ വരും മുആദ്. മുആദ് തങ്ങൾ അവസാനമായി അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറയുന്നത്, മുആദ്, എന്റെ ഖബറിങ്ങൾ വരും മുആദ്, എന്റെ പള്ളിയിൽ വരും മുആദ് എന്ന് പറയുമ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഞാൻ യമൻ രാജ്യത്തിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ എന്റെ ഹബീബ് ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോകും, വിട പറഞ്ഞു പോകും, യാത്ര പറഞ്ഞു പോകുമെന്നല്ലേ അവിടുന്ന് പറയുന്നത്. എന്റെ ഖബറിന്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഹബീബ് ഉണ്ടാകില്ലല്ലോ, ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കില്ലല്ലോ. അതാണ് പൊന്നാര തങ്ങള് പറയുന്നത്, മുആദ്, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്നെ കാണാൻ കഴിയില്ല, നിങ്ങൾ എന്റെ പള്ളിയിൽ മാത്രം വരും മുആദ്. അതുകൊണ്ട് വിഷമിക്കണ്ട, ബേജാറാകണ്ട, നിങ്ങൾ യമൻ രാജ്യത്തിലേക്ക് പോയിട്ട് ജനങ്ങളെ ഹിദായത്തിലേക്ക് ക്ഷണിച്ചോ, ജനങ്ങൾക്ക് വഅദ് പറഞ്ഞോ, ഇൽമ പറഞ്ഞോ. എത്രമാത്രം വിഷമത്തോടാണ് മുആദ് ഇബ്നു ജബൽ തങ്ങൾ യാത്ര പറയുന്നത്. നബി തങ്ങളെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്രയും ഹബീബായ നബി തങ്ങളെ കാണാൻ കഴിയാതെ വിഷമിക്കുന്ന മുആദ് തങ്ങൾക്ക് അവസാനമായ ഇൽമ പഠിപ്പിക്കൽ ഏറ്റവും വലിയ ഖൈറാണെന്ന് പറഞ്ഞു യമൻ രാജ്യത്തിലേക്ക് ചെല്ലുന്നു. അങ്ങനെയുള്ള ഒരു ദർസാണ്, അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് ഈ സ്ഥലത്ത് നടക്കുന്നത്. നേരത്തെ തങ്ങളവர்கள் ദുആ ചെയ്തു, ഞാൻ വിശദീകരിക്കുന്നില്ല. നേരത്തെ മഗ്രിബിന് ഇരുന്നവരാണ്. പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്കൊക്കെ അല്ലാഹു ഉയർച്ച നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാം ഖൈർ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഒരു കിണ്ടൽ അടുത്ത സ്വലാത്തിന് ഒരു കിണ്ടൽ അരി അയ്യൂബാക്കാൻ ചൊല്ലിയ ആള് അയാളെ ബാപ്പയുടെ പേരിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ബാപ്പയുടെ പേരിൽ ഇൻഷാ അല്ലാഹ്
അല്ലാഹു സുബ്ഹാനഹു തആല ആ രണ്ടാളുകളുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ പരിപാടി നിർത്തി ആരും പോണ്ട, തെല്ലിപ്പറ വരും ഇൻഷാ അല്ലാഹ്. 40 kg ഇറച്ചി വേണം, അതൊന്നും നിങ്ങൾ ആക്കി തരണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മജ്ലിസാണ്. ബഹുമാനപ്പെട്ട തങ്ങളവர்கள் വേണ്ട പോലെ ഇവിടെ ദുആ ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. നമുക്ക് വേണ്ടതുപോലെ ദുആ ചെയ്തു തരും. അല്ലാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനിയൊരു ആരെങ്കിലും തരാൻ പറ്റിയ ഒരു കിൻറ്റൽ 5 kg ഫാരിസ് അദവി എന്ന് പറയുന്ന ഉസ്താദ് അൽഹംദുലില്ലാഹ് അല്ലാഹു ബറക്കത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ നിലക്കുള്ള ഖൈറും ബറക്കത്തും അല്ലാഹു ഏറ്റി കൊടുക്കുമാറാവട്ടെ. ഒരു 10 kg ഇറച്ചി തണ്ടങ്ങാറ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എല്ലാവർക്കും ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തുക്ക് വേണ്ടിയിട്ട് ഒരു 10 kg ഇറച്ചി ഇൻഷാ അല്ലാഹ്. അതിലൊട്ടിക്ക് ദുൽഹജ്ജ് നിങ്ങൾ എത്രമാഭിഷേച്ചുള്ള കൊണ്ട് ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജിന്റെ വലിയ ബഹുമാനം ഉലൂഹിയത്തിന് വിഷയമുണ്ട്. എല്ലാവരും ഇറച്ചി കൊടുക്കണം. ദുൽഹജ്ജ് നിങ്ങളുടെ സ്വലാത്തായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്മരണയിലുള്ള ദുൽഹജ്ജ് നിങ്ങൾ കുഞ്ഞിച്ച 10 kg അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലാ നിലക്കുള്ള ഖൈർ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. പിന്നെ ഒരു 10 kg ഇറച്ചി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ബറക്കത്തിലാക്കട്ടെ. വേഗം ചൊല്ലണം, ടൈം ആയിട്ട്. 10 kg ഇറച്ചി അല്ലാഹു ബറക്കത്തിലാക്കട്ടെ. ആര് പേര് ഷാക്കിർ. അല്ലാഹു അദ്ദേഹത്തിനേക്ക് ബറക്കത്ത് നൽകുമാറാവട്ടെ. എല്ലാ ഖൈർ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പെണ്ണിങ്ങം ചൊല്ലങ്ങയ്ക്ക് പറ ഇൻഷാ അല്ലാഹ്. നല്ല മബ്റൂക്കായ മജ്ലിസ് തങ്ങളെ ദുആയെല്ലാം കേട്ടറ ഇൻഷാ അല്ലാഹ്. നാണെ അത്ഭുതപ്പെട്ടു പോയ ചെറിയ വയസ്സിൽ ഇത്രയൊരു നല്ലൊരു ആത്മീയമായ ദുആ അൽഹംദുലില്ലാഹ്. ഇനിയും നല്ല ഇൽമും ഹിക്മത്തും മഅരിഫത്തും നൂറാനിയത്ത് തങ്ങകും ഫഹദ് ഫാളിലി 5 kg അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ ഇൽമിൽ നീ ബറക്കത്ത് നൽകണം. ബാപ്പ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. വിശാല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ 30 kg 10 kg ഇൻഷാ അല്ലാഹ്. ഒരു 10 kg തണ്ടങ്ങാറ്. ഞങ്ങളെ ഷെരീഫ് ഹനീഫി ഞങ്ങളെ പല ചങ്ങായി ഇൻഷാ അല്ലാഹ്. അയാള് മുന്നോള് ടൊങ്ക ഭാഗത്തല്ലേ നിൽക്കുമ്പോഴാണ് അവിടേക്ക് വാല് വീടും. പേര് ഏതോ ഒരു ഭട്കള ബാപ്ര കഴിഞ്ഞിട്ടല്ലേ ഹിരിയെടുക്ക. അപ്പൊ ആ ഭാഗത്ത് ഇപ്പൊ കുറെ വർഷം മുന്നുള്ള വയലിൽ പോയി. അല്ലാഹു സുബ്ഹാനഹു തആല ഉസ്താദും കുടുംബത്തിനും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. മക്കളിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. ഉയർച്ച നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു നല്ല സന്തോഷം നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് ഓൺലൈനിൽ ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ബായി വരുന്നില്ല, ക്യാൻസർ ഉള്ളവരുണ്ടെന്ന് പറഞ്ഞിട്ട്, പിന്നെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് അവസാനമായി ഉസ്താദ് ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. തങ്ങളവர்களுം ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു എല്ലാവരുടെ എല്ലാ പ്രശ്നങ്ങളും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. ഞാനിവിടെ വന്നപ്പോ ഹിഫുൽ മക്കളെ ഒരു കിടാവിടെ ഹിഫുൽ ഓതുവാട്ടി അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം. ഒരു ചെറിയ കിടാവ് ഒരു 10 വയസ്സാവുന്ന നല്ല അപ്പുറത്തും ഇപ്പുറത്തും നല്ല താഴോട്ടും മീത്തോട്ടും രണ്ട് ഭാഗത്ത് ഓതാൻ കഴിവുള്ള നിലയ്ക്ക് എല്ലാം കുട്ടികൾ എല്ലാവരും അത്ഭുതപ്പെടുന്നു. അപ്പോൾ അത് ഷരീഫ് ഉസ്താദിന്റെ വലിയ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തിനും കുടുംബത്തിനും പിന്നെ അതിന്റെ പ്രതിഫലം അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വലിയൊരു സന്തോഷമായി. അപ്പൊ നല്ലൊരു ഇൽമ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രമാണല്ലോ ഇത്. രണ്ട് വാക്കില്ല, നേരത്തെ പറയലുണ്ട് പോലെ ശരീഅത്തിന്റെ കുട്ടികളും ദർസിന്റെ കുട്ടികളും അള്ളാഹു എല്ലാം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഒരു വലിയൊരു വെളിച്ചമാണ്. ആ വെളിച്ചം നല്ല പ്രകാശിച്ചിട്ട് അത് കത്തുപാട്ടോണ്. നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഷരീഫ് ഉസ്താദ് കില്ലൂറായിട്ട് ഇത് നിങ്ങളെ റായ ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങളെ റായ ഉഷാറാവണം ചെന്നിട്ടു ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കണം. അങ്ങനെ മാത്രം ഞങ്ങളെ റായ ഉഷാറാവിടും. ഞങ്ങളെ റായ ഉഷാറായെങ്കിൽ ആഖിറത്തിലും ഞങ്ങൾ എല്ലാവർക്കും രക്ഷപ്പെടാം. നല്ലൊരു തലമുറ, നല്ലൊരു സ്വഭാവമുള്ള നല്ല മക്കൾ ഞങ്ങളെ റായത്ത് വളർന്നു വണ്ണോണം കാരണം ആവട്ടിക്കട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ സ്ഥാപനക്ക് നെഞ്ച
നെഞ്ചോട് ചേർത്ത് നിങ്ങളൊരു മക്കളെ പോലെ, നിങ്ങളൊരു കുടുംബത്തെ പോലെ ഈ സ്ഥാപനത്തെ നിങ്ങൾ എല്ലാവരും സ്നേഹിച്ച് സഹകരിക്കണം. ഇവിടെ നടക്കുന്ന ഫംഗ്ഷൻ നിങ്ങൾ എല്ലാവരും പറഞ്ഞു അങ്ങനെ വന്നെങ്കിൽ മാത്രം റാഹത്തായിട്ട് കിട്ടും. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഒക്കെ കബൂലാക്കി കൊടുക്കുമാറാവട്ടെ. പിന്നെ ആരും ഒരു 10 kg ഇറച്ചി, ഇനി ഒരു 5 kg, 10 ഇല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5 kg. ബിസ്മില്ലാഹിർ റഹ്മാൻ. ഇല്ല, ഒരു 2 kg. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിച്ചോളൂ ഇൻഷാ അല്ലാഹ്. ഇനി വേറൊന്നും നിങ്ങൾ കേൾക്കില്ല ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. പിന്നെ ഉസ്താദ് ബായിക്കൊണ്ട് അൽഹംദുലില്ലാഹ്.